സ്പെഷ്യൽ നീഡ്സ് അസിസ്റ്റൻസിന് വന്ന ചേട്ടനാണ് കേട്ടോ നമ്മുടെ സ്ട്രോളർ ഉരുട്ടുന്നത്. 6 ക്യാബിൻ ബാഗേജ് ഉള്ളതുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്തു, വീൽ ചെയർ തന്നു. ആശുക്കുഞ്ഞിനെ ഇരുത്താൻ അതിലെ ബെൽറ്റൊന്നും പോരാന്ന് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണ്ടേ. നിമിഷ നേരം കൊണ്ട് അതിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ആശുവിനെ കണ്ട് സോറി പറഞ്ഞ് അവര് തന്നെ ഓടിപ്പോയി സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്തെടുത്തു തിരിച്ചു കൊണ്ട് തന്നു. ഖത്തർ എയർവേസ് വഴി ആയതുകൊണ്ട് ദോഹയിൽ ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു. ദോഹയിൽ മോർണിംഗ് 5:30 നമ്മൾ ലാൻഡ് ചെയ്യുവാണ്. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് നമുക്കിവിടെ ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഖത്തർ എയർവേസിന്റെ ബിസിനസ് ക്ലാസ് ലോഞ്ച് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി 2 സ്ട്രെച്ചിലും നമ്മൾ ബിസിനസ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത്, ആശുക്കുഞ്ഞിന് പാടാവുന്ന കരുതിയിട്ട്. എന്നാൽ ലാസ്റ്റ് നിമിഷം അവരുടെ ഹൈദരാബാദ് ടു സാൻ ഫ്രാൻസിസ്കോ ഫ്ലൈറ്റ് മിക്സഡ് ക്യാബിൻ ആവുമായിരുന്നു. അങ്ങനെ നമ്മൾ ദോഹയിലേക്ക് എക്കോണമി ക്ലാസ്സിലാണ് വന്നത്. എങ്കിലും ആ ഒരു മൊത്തം ട്രാവലിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോയത് ആ ഒരു എക്കോണമി ക്ലാസ് ട്രാവൽ ആയിരുന്നു. അതാ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് കൂടി ട്രാവൽ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ആശുക്കുഞ്ഞിന് മരുന്ന് കൊണ്ടുവരാൻ റിസ്ക് ആവുമെന്ന് കരുതി. എങ്കിലും ലാസ്റ്റ് ഖത്തർ എയർവേസ് ചൂസ് ചെയ്യാനുള്ള കാരണം ഈ ക്യൂ സ്വീറ്റ് ആണ്. ആശുക്കുഞ്ഞിന്റെ കൂടെ സെപ്പറേഷൻ ഇല്ലാതെ കിടക്കാൻ ഇതുപോലൊരു പ്രൈവറ്റ് ഏരിയ വേറൊരു ഫ്ലൈറ്റിലും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു.